ഇന്നത്തെ ചിന്തയ്ക്കായി മത്തായി 27-3 മുതൽ 7 വരെയുള്ള ഭാഗങ്ങൾ ഒരാൾക്ക് വായിക്കും. മത്തായി 27-3 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. അവനെ ശിക്ഷയ്ക്ക് വിധിച്ചുവെന്ന് അവൻ കാണിച്ചു കൊടുത്ത യൂദാ കണ്ട് അനുദപിച്ചു. ആ 30 വെള്ളിക്കാശ് മഹാപുരോഹിതന്മാരുടെയും മൂപ്പന്മാരുടെയും അടുക്കൽ മടക്കി കൊണ്ടുവന്ന്, ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തതിനാൽ പാവം ചെയ്തു എന്ന് പറഞ്ഞു. അത് ഞങ്ങൾക്ക് എന്ത്, നീ തന്നെ നോക്കിക്കൊള്ളുക എന്ന് അവർ പറഞ്ഞു. അവൻ ആ വെള്ളിക്കാശ് മന്ദിരത്തിൽ എറിഞ്ഞു ചെന്നു കെട്ടിനത് ചത്തുകളഞ്ഞു. മഹാപുരോഹിതന്മാർ ആ വെള്ളിക്കാശ് എടുത്ത്, ഇത് രക്തവിളയാകിയാൽ ശ്രീഭണ്ഡാരത്തിൽ എടുക്കുന്നത് വിഹിതമല്ല എന്ന് പറഞ്ഞ് കൂടി ആലോചിച്ച് പരദേശികളെ കുഴിച്ചിടുവാൻ അതുകൊണ്ട് കുശവന്റെ ജലം വാങ്ങി. സ്വതം ഞാൻ ഇന്ന് യൂതയെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ഞാൻ യൂതയെക്കുറിച്ച് നേരത്തെ സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ അതിന് വിപരീതമായ കുറേ കാര്യങ്ങൾ ചിന്തിക്കാനിടയായി. വിപരീതമല്ല, വ്യത്യസ്തമായ ചില കാര്യങ്ങൾ ചിന്തിക്കാനിടയായി. യൂതയെ തിരഞ്ഞെടുത്തപ്പോൾ, യേശുക്രിസ്തു തിരഞ്ഞെടുത്തപ്പോൾ യേശുക്രിസ്തുവിന് അറിയാമായിരുന്നു യൂത ഇങ്ങനെ ഒറ്റിക്കൊടുക്കുമെന്ന്. അറിയാമായിരുന്നല്ലേ? തൻ്റെ ശുശ്രൂഷയിൽ എവിടെയെങ്കിലും വെച്ച് യേശു അത് പറയുകയോ എന്തെങ്കിലും വേറെ വ്യത്യാസം കാണിക്കുകയോ ചെയ്തോ? ഇല്ല അല്ലേ? അല്ല, നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ? അപ്പം ഇതറിയാമായിരുന്നു. തനിക്ക് കാലങ്ങൾ കടന്നു പോകാനുള്ള കഴിവുള്ളത് കൊണ്ട് തനിക്ക് ആ വ്യക്തിയെക്കുറിച്ച് അറിയാമായിരുന്നു ഇന്നാൾ ഇന്നത് ചെയ്യുമെന്ന്. പക്ഷേ അതിൻ്റെ ഒരു വേറെ വ്യത്യാസമോ അല്ലെങ്കിൽ വേറൊരു തരത്തിലുള്ള വ്യത്യാസവും തൻ്റെ ജീവിതത്തിൽ ശുശ്രൂഷയുടെ അവസാനം വരെയും താൻ കാണിച്ചതായിട്ട് നമ്മൾ കാണുന്നില്ല. ഇനി യൂതയ്ക്ക് മറ്റൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. പലരും ഇതിനൊരു കുറ്റം വിധിയായിട്ട് അല്ലെങ്കിൽ പറയാറുണ്ട്, യൂതയ്ക്ക് വിധിച്ചിരുന്നതായിരുന്നു അത്, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിരുന്നത്. അപ്പം നമ്മുടെ ദൈവം നേരുള്ള അല്ലെ നീതിയുള്ള ദൈവം അല്ലാതാകുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആ സ്റ്റേറ്റ്മെൻറ്റിലൂടെ നമ്മൾ പറയുന്നത്. വിധിച്ചിരുന്നു എന്നുള്ള വാക്കുകൾ എവിടെയും നമുക്കൊരു വിധിയില്ല. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളുടെ ഫലമായിട്ട് നമ്മൾ പോയി അനുഭവിക്കേണ്ട വരുന്നതാണ് ആ വിധിയിലേക്ക് അല്ലെങ്കിൽ ആ തെറ്റിലേക്ക്, അത് ശിക്ഷയിലേക്ക് പോകുന്നത്. അത് വിധിയല്ല. വിധി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അത് നേരത്തെ നിയമിച്ചു കഴിഞ്ഞു, അത് നമ്മൾ അനുഭവിച്ചേ പറ്റും. വിധി എന്ന് വെച്ചാൽ അതാണ്. നമുക്ക് വിധിയില്ല, ദൈവമക്കൾക്ക് വിധിയില്ല. എപ്പം നമ്മൾ കൃപാസനത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു, ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ചെല്ലുന്നു, നമ്മളുടെ മേലുള്ളത് മാറ്റാൻ കഴിയുന്നവനാണ് നമ്മുടെ കർത്താവ്. നമ്മൾ ചെല്ലണമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. യൂതയ്ക്ക് ചാകാതെ ജീവിക്കാൻ പറ്റുമായിരുന്നു. അവൻ്റെ തെരഞ്ഞെടുപ്പായിരുന്നു അത് വേണ്ട, ഇത് മതി എന്നുള്ളത്. നമ്മൾ മറ്റേത് പറയുന്നവരെടുക്കെ പറയണം, അല്ല അവന് പത്രോസ് ചെന്നുകൊണ്ട് മടങ്ങി ചെല്ലാൻ പറ്റുമായിരുന്നു, അവൻ ചെല്ലാഞ്ഞതാണ് അവൻ്റെ തെറ്റ് അല്ലേ? ഇവിടെ എന്താണ് ഇത് നമ്മൾ ചിന്തിക്കുമ്പോൾ, യൂത എന്തിനു വേണ്ടിയാണ് യേശുക്രിസ്തുവിനെ കാണിച്ചു കൊടുത്തത്? പിന്നെന്തിനാ അവൻ ആ കാശ് തിരിച്ചറിഞ്ഞു കൊടുത്തത്? നമ്മൾ പലയിടത്ത് വായിക്കുമ്പോഴും 3 ഭാഗത്ത് വായിക്കുമ്പോഴും നമ്മൾ സാത്താൻ അവനുള്ളിൽ പ്രവേശിച്ചു എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഓക്കെ, അതിന് മുന്നായിട്ട് യോഹന്നാന്റെ സുവിശേഷത്തിൽ 13:2 വായിക്കാമോ? അത്താഴമായപ്പോൾ പിശാച് ശീമോന്റെ മകനായ യൂദ ഇസ്കരിയോത്താവിന്റെ ഹൃദയത്തിൽ അവനെ കാണിച്ചു കൊടുക്കാൻ തോന്നിച്ചിരുന്നു. നീ കേട്ടോ, അവിടെ തോന്നിക്കുവാണ് ചെയ്തത്. ഹൃദയത്തിൽ, അവന്റെ ഹൃദയത്തിൽ ഇതൊരു തോന്നലായിരുന്നു ആദ്യമേ. ആ തോന്നൽ വളർന്നാണ് ഈ പ്രവൃത്തിയിലേക്ക് എന്ന്. അത് 13, 27, 28 വായിക്കുമ്പോൾ വ്യക്തമാവും. അതുകൊണ്ടൊന്ന് വായിക്കാം ചേച്ചി. മതി. അപ്പം ഏകദേശം ഒരു 15 വാക്യങ്ങൾക്ക് ശേഷം, അല്ലെങ്കിൽ 25 വാക്യങ്ങൾക്ക് ശേഷമാണ് അവൻ്റെ ഉള്ളിൽ സാത്താൻ കടന്നു എന്ന് നമ്മൾ വായിക്കുന്നത്. അതിനർത്ഥം എന്താണ്? അവൻ ഇത്രയും നേരം ആ ചിന്ത എന്തോ ചെയ്ത് ഉള്ളിൽ ആലോചിച്ചുകൊണ്ടിരുന്നു, അല്ലെങ്കിൽ അതിൽ അവൻ ജീവിച്ചു, അതിൽ അവൻ നിലനിന്നു. പിശാച് ഇതുപോലെ നമ്മുടെ ഉള്ളിലും കൊണ്ടുവന്നിടും പലത്. നമ്മൾ അതിൽ നിലനിൽക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മുടെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുമോ ഇല്ലയോ എന്നുള്ളത് തീരുമാനിക്കുന്നത്. ഇത് പിശാച കൊണ്ടുവന്നിട്ടെന്ന് നമുക്ക് ബോധ്യം ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പോഴേ അത് പുറത്ത് കളഞ്ഞിട്ട് വേറെ അകത്ത് കയറ്റും. പക്ഷെ ഇതിൽ നമ്മൾ ഈ ചിന്തയിൽ നമ്മൾ നിലനിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അറിയത്തില്ല ഇത് എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. ഇത് ആദ്യമേ ഒരു തോന്നലായിരുന്നു. പല തോന്നലുകളും ഇങ്ങനെ കൊണ്ടുവന്നിടും. ഇത് എടുത്തോണ്ട് പോകണോ വേണ്ടേ എന്നുള്ളത് ആരാ തീരുമാനിക്കുന്നത്? നമ്മളാ. ഇങ്ങനെ നമുക്ക് ആദ്യമേ തോന്നുമ്പോൾ എന്താണ്, ഇത് തന്നെയല്ലേ അതാണ് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചത്. കാണാൻ
കാണുമ്പോഴേ അത് നല്ലതാണെന്ന് തീരുമാനിച്ചു. ആ ചിന്തയായിരുന്നു ആ ഉള്ളിൽ കൊണ്ടുവന്നത്, അല്ലേ? മറ്റൊന്നുമല്ല. നമ്മുടെ ഉള്ളിലും പല ചിന്തകൾ കൊണ്ടുവന്നിടുന്നത് പിശാചാണ്. നമ്മുടെ ഹൃദയത്തിനെ പിശാചിന് അറിയത്തില്ല, ദൈവത്തിന് അറിയാൻ വ്യക്തമായിട്ട്. പക്ഷെ നമ്മുടെ ഉള്ളിൽ ചിന്ത കൊണ്ടുവന്നിടുവാൻ പിശാചിന് കഴിയും. എല്ലാം പരിശുദ്ധാത്മാവല്ല സംസാരിക്കുന്നത്. അതിന്റെ റിസൾട്ട് എവിടെയാണോ പോയി നിൽക്കുന്നത്, അതിലാണ് പരിശുദ്ധാത്മാവാണ് അല്ലയോ എന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. ഈ ചിന്ത കൊണ്ടുവന്നിട്ട് പരിശുദ്ധാത്മാവാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇത് പിശാചാണെന്ന് എപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്? അവൻ എവിടെ ചെന്നാ തീർന്നെന്ന് കണ്ടില്ലേ? അത് പരിശുദ്ധാത്മാവല്ല കൊണ്ടുവന്നിട്ടത്, പരിശുദ്ധാത്മാവിന്റെ ചിന്തയല്ലായിരുന്നു അത്. പിശാച് നമ്മുടെ ചിന്തയത്തിൽ കൊണ്ടുവന്നിടാൻ പറ്റുന്ന ചിന്തകളുണ്ട്. അത് നമ്മൾ എങ്ങനെ ലീഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന് അറിഞ്ഞായിരിക്കണം നമ്മളുടെ ഓരോ സ്റ്റെപ്പുകൾ. അതിൽ നമ്മൾ നിലനിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് നന്മയ്ക്കാവത്തില്ല. എന്നാൽ വചനപ്രകാരം നമ്മൾ ചിന്തിച്ച് നമ്മൾ തീരുമാനിക്കണം. അല്ലെങ്കിൽ ഇതിനെ ഉള്ളിൽ വിടണോ അതോ പുറത്തു കളയണോ? നമ്മളാണ് ചെയ്യേണ്ടത്. അതിനാരാ സഹായിക്കേണ്ടത്? പരിശുദ്ധാത്മാവ് സഹായിക്കും, വചനം സഹായിക്കും. ഇവിടെ യൂദയ്ക്ക് അവിടെ എടുത്ത് കളയാൻ പറ്റുമായിരുന്നല്ലേ? അപ്പോൾ ഈ പ്രവൃത്തികളൊക്കെ നടക്കുമായിരുന്നു. യൂദ ഇതെടുത്ത് കളയുമെന്നുണ്ടായിരുന്നെങ്കിൽ വചനം ഇങ്ങനെ എഴുതി വെക്കത്തില്ലായിരുന്നു. അതും മുന്നമേ കാണാൻ കഴിയുന്ന നമ്മുടെ കർത്താവായിരുന്നു. പ്രവചനം നിവൃത്തിയാവത്തില്ലെന്നുള്ളത് പല പ്രവചനങ്ങളും മാറ്റി എഴുതിയേനെ, അല്ലെങ്കിൽ എങ്ങനെയാ വരേണ്ടതെന്നുള്ളത് ദൈവത്തിന് അറിയായിരുന്നു. അവൻ്റെ ഹൃദയത്തിൽ കൊണ്ടുവന്നിടും, അവൻ അത് ചെയ്യത്തില്ല എന്നുണ്ടായിരുന്നെങ്കിൽ വ്യക്തമായിട്ട് ദൈവത്തിന് അറിയാമായിരുന്നെങ്കിൽ ദൈവം അതനുസരിച്ച് വചനം മാറ്റി എഴുതിയേനെ. ചില പ്രവചനങ്ങൾ മാറ്റി എഴുതാൻ പറ്റും, അത്ര സംഭവിക്കത്തുള്ളൂ. എന്തായാലും യേശുക്രിസ്തു മരിക്കാതിരിക്കുമോ? ക്രൂശിക്കപ്പെടാതിരിക്കുമോ? ഒന്നുമില്ല. കാര്യം ഇതിൻ്റെ തന്നെ ഒരു വിരോധാഭാസം എന്ന് പാസ്റ്റർ പറയുന്ന വാക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഒരു സംഭവം എന്ന് പറയാം, ഈ യൂദ വന്ന് കാണിച്ചു കൊടുക്കേണ്ട കാര്യമുണ്ട് ഇതാ യേശു എന്ന്. കാണിക്കേണ്ട കാര്യമുണ്ടോ? ഈ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിലൊക്കെ നമ്മൾ പോയത് കൊണ്ടാണ്. കാര്യം ഇത് എല്ലാ ദിവസവും യേശു തന്നെ പറയുന്നുണ്ട്, ഞാൻ എല്ലാ ദിവസവും പോയിട്ട് പള്ളിയിൽ നിന്ന് ശുശ്രൂഷിക്കുന്നുണ്ട്, വചനം പറയുന്നുണ്ട്, അപ്പോഴൊന്നും നിങ്ങൾക്ക് എന്നെ പിടിക്കാൻ വയ്യായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. ആ സാഹചര്യത്തിലും പിടിക്കാൻ പറ്റുമായിരുന്നു, ഇല്ലേ? യൂദ എന്ന് പറഞ്ഞൊരു വ്യക്തി അവിടെ ഇമ്പോർട്ടൻ്റ് അല്ല ഈ പ്രവചനം അല്ലെങ്കിൽ ഈ പ്രവൃത്തി നടക്കുന്നതിന്. യേശുക്രിസ്തുവാണ് അവിടെ ഇമ്പോർട്ടൻ്റ്. യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണമാണ് അവിടെ ഇമ്പോർട്ടൻ്റ്, യൂദയല്ല ഇമ്പോർട്ടൻ്റ്. പക്ഷേ യൂദയുടെ തെരഞ്ഞെടുപ്പായിരുന്നു ഇങ്ങനെ ചെയ്യണമെന്നുള്ളത്. യൂദയ്ക്ക് ഇത് വന്നപ്പോൾ ഇത് വേണ്ടാന്ന് വെച്ച് കളഞ്ഞിരുന്നെങ്കിൽ യൂദ അതേ കൂട്ടത്തിൽ തന്നെ 12 ശിഷ്യന്മാരായിട്ട് തന്നെ നിലനിന്ന് പോകാമായിരുന്നു. അവസാനം വരെ യേശുവിൻ്റെ സാക്ഷിയായിട്ട് നിൽക്കായിരുന്നു മറ്റുള്ളവരുടെ കൂട്ടത്തിൽ. പക്ഷെ ഇവൻ എന്ത് ചെയ്ത് ഇതിനെ ഉള്ളിലിട്ട് മുന്നോട്ട് കൊണ്ടുപോയി. ഇത് എവിടെ തുടങ്ങുന്നതെന്നറിയാവോ? നമ്മുടെ ബെഥാനിയയിൽ സ്ത്രീ കൊണ്ടുവന്ന് തൈലം തെളിക്കത്തില്ലേ? അപ്പോൾ അവിടെ തൊട്ടാണ് ഒരു ഈ വെറും ചെലവ് എന്തിനാണെന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഇത് വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുത്തുകൂടായിരുന്നു. അപ്പോൾ യേശുക്രിസ്തു വ്യക്തമായിട്ട് പറയും, ഇത് ദരിദ്രന്മാർക്ക് വീണ്ടും ഇവിടെ ദരിദ്രന്മാർ ഇവിടെ ഉണ്ട്, അവൾ എനിക്ക് വേണ്ടി ചെയ്യുന്നതാണ്, എൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ചെയ്യുന്നതെന്ന് വ്യക്തമായിട്ട് പറയുന്നത്. ഇതിന് ശേഷമാണ് സാത്താൻ അവൻ്റെ ഉള്ളിലേക്ക് ഈ തോട്ട്സ് കൊണ്ടുവരുന്നത്. തോട്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പണസഞ്ചി പുള്ളിയുടെയിലാണെന്നുള്ളത് പിന്നെ വാക്യം നമ്മൾ വായിക്കും മനസ്സിലാവുന്നുണ്ട്. അതിലേക്ക് നമ്മൾ പോകുന്നത് അത് നമ്മുടെ ചിന്തയുടെ ഭാഗമേ അല്ല. അപ്പം ഒന്നാമത്തെ എൻ്റെ ചിന്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരുന്ന ചിന്തകളെല്ലാം നല്ലതിനല്ല. അത് എങ്ങനെ തിരഞ്ഞെടുക്കണം, എങ്ങനെ ചിന്തിക്കണം എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. നമ്മൾ എങ്ങനെ അതിൻ്റെ റിസൾട്ട് വരുമ്പോഴേ സത്യത്തിൽ നമുക്ക് മനസ്സിലാവത്തുള്ളൂ അത് ഗുണമായി തീർന്നോ അതോ ദോഷമായോ. ഇവിടെ 30 വെള്ളിക്കാശ്. ഇത് ഈ മഹാപുരോഹിതൻ അങ്ങോട്ട് ചെന്ന് അപ്രോച്ച് ചെയ്യുവാണോ ഇവൻ്റെ അടുക്കലേക്ക്, യൂദയുടെ അടുക്കലേക്ക്? അല്ല. നമ്മൾ വാക്യങ്ങൾ വായിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അതിന് സമയം കാണത്തുള്ളൂ. പക്ഷേ അല്ലാന്ന് ഞാൻ ഉറപ്പായിട്ട് പറയും, വാക്യം എൻ്റെ കയ്യിലുണ്ട്. മൂന്നിടത്ത് റെഫറൻസ് ഉണ്ട്. മഹാപുരോഹിതൻ്റെ അടുക്കലേക്ക് യൂദ ചെല്ലുവാണ്, ഞാൻ അവനെ കാണിച്ചു തരാം. 12 ശിഷ്യന്മാരിൽ ഒരുത്തനായ യൂദ ഈ ഒരു 3.5 വർഷമുണ്ട്, 3 വർഷമെങ്കിലും മിനിമം കൂടെ നടന്നിട്ടുണ്ടല്ലോ യേശുവിൻ്റെ കൂടെ. മാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാലും 3 വർഷം മിനിമം കൂടെ നടന്നിട്ടുണ്ട്. ഈ യൂദയുടെ ഉള്ളിൽ പിശാചിന് പ്രവർത്തിക്കാമെങ്കിൽ നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കാൻ പറ്റുമല്ലോ? യേശുക്രിസ്തു പറഞ്ഞ വചനം എഴുതി വെച്ച് അത് പഠിച്ച് പരിശുദ്ധാത്മാവാണ് നമ്മളെ നടത്തുന്നത്. കൂടെ നടന്ന യൂദയ്ക്ക്, കൂട്ടായ്മ ആചരിച്ച യൂദയ്ക്ക്, ഫിസിക്കലായിട്ട് ഡയറക്റ്റ് ഇൻട്രാക്ഷൻ ഉണ്ടായിരുന്ന യൂദയ്ക്ക് തെറ്റുപറ്റും. യൂദയുടെ ഉള്ളിലും പിശാച് ചിന്തകൾ കൊണ്ടുവന്നിടും. ആ യൂദയ്ക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്ക് പറ്റത്തില്ലേ?
100% നമ്മുടെ ഉള്ളിലും പിശാചിന് ചിന്ത കൊണ്ടുവന്നിടാൻ പറ്റും. നമ്മളും തെറ്റ് ചെയ്യും. പക്ഷെ നമ്മൾ എങ്ങോട്ട് പോകണം മാതൃകയാക്കാൻ? നമുക്ക് അവിടെ തന്നെ പറയുന്ന 2 സന്ദർഭം ഒന്നിച്ചാണ് കേട്ടോ. പത്രോസിന്റെ സന്ദർഭവും യൂദയുടെ സന്ദർഭവും ഒന്നിച്ചാണ് പറയുന്നത്. ഇത് ഏകദേശം 90% സെയിം തെറ്റുകളാണ് ചെയ്തേക്കുന്നത്. 90% സെയിം തെറ്റുകളാണ് ചെയ്തേക്കുന്നത്. തള്ളി പറയുക തന്നെ ചെയ്തേക്കുന്നത്. അവിടെ പോയിട്ടും തള്ളി പറയുക, 3 വട്ടം തള്ളി പറഞ്ഞു. യേശുക്രിസ്തു പറഞ്ഞതിൽ വിശ്വസിക്കാതെ വീണ്ടും മുന്നോട്ട് സ്റ്റെപ്പ് എടുക്കുക ചെയ്തേക്കുന്ന പത്രോസ്. അപ്പം പത്രോസ് വിഷയം അനുദപിച്ച് മടങ്ങി വരാനിടയായി. ഇവിടെ യൂദയ്ക്ക് അനുദപിച്ചു, പക്ഷെ മടങ്ങി വന്നില്ല. പത്രോസ് യൂദ അനുദപിച്ചിട്ട് എങ്ങോട്ടാണ് പോയത്? ഒന്നുകൂടെ 3-ാമത്തെ വാക്യം 3-4 ഒന്ന് വായിക്കാം. അവനെ ശിക്ഷയ്ക്ക് വിധിച്ചു എന്ന് അവനെ കാണിച്ചു കൊടുത്ത യൂദ കണ്ട് അനുദപിച്ചു. ആ 30 വെള്ളിക്കാശ് മഹാപുരോഹിതന്മാരുടെയും മൂപ്പന്മാരുടെയും അടുക്കൽ മടക്കി കൊണ്ടുവന്ന് ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തതിനാൽ പാപം ചെയ്തു എന്ന് പറഞ്ഞു. അത് നിങ്ങൾക്ക് എന്ത്? നീ തന്നെ നോക്കിക്കൊള്ളുക എന്ന് അവർ പറഞ്ഞു. മതി. നമ്മുടെ മഹാപുരോഹിതൻ ആരാ? യേശുക്രിസ്തു. പക്ഷെ യൂദ പോയ മഹാപുരോഹിതൻ ഏതാ? അവിടുത്തെ. ആ ഒരു വ്യത്യാസം നമ്മൾ തിരിച്ചറിഞ്ഞാൽ മതി. നമ്മൾക്ക് എന്തുണ്ടെങ്കിലും നമ്മൾ പോകേണ്ട മഹാപുരോഹിതൻ ആരാ? യേശുക്രിസ്തു. അങ്ങോട്ടേ നമ്മൾ പോകാവുള്ളൂ. എന്ത് നമുക്കുണ്ടേലും, ഏത് പ്രതിസന്ധി ഉണ്ടെങ്കിലും, ഏത് പ്രശ്നം ഉണ്ടെങ്കിലും, എന്തിനും പരിഹാരം നമുക്ക് ഒരാളെ ഉള്ളൂ. മറ്റുള്ള മഹാപുരോഹിതന്റെ അടുക്കെ പോയ ഒരു കാര്യമില്ല. കാര്യം അവർ പറഞ്ഞ എന്താ? ഞങ്ങൾക്ക് എന്താ, നീ തന്നെ നോക്കിക്കൊള്ളാൻ. പൈസ കൊടുത്തുകാരായിരുന്നു ഇയാളല്ലേ? ഒരു പ്രേരണ കുറ്റമെങ്കിലും നമുക്ക് ചെലുത്തിക്കൂടെ? സ്വന്തമായിട്ട് പ്രേരിച്ചാ പോയത്, എന്നാലും അതിന് കൂലി കൊടുത്തപ്പോൾ പ്രേരണ കുറ്റമെങ്കിലും പറയാം. പക്ഷെ പുള്ളി ഏറ്റെടുത്തു എന്തെങ്കിലും. ഇതുപോലെ ആരും കാണത്തില്ല കൂടെ, ആരും കാണത്തില്ല. യേശുക്രിസ്തു ഉണ്ടെങ്കിൽ നമ്മുടെ യേശുക്രിസ്തു അന്ത്യം വരെയും എവിടം വരെയും നമ്മുടെ കൂടെ കാണും. യേശുക്രിസ്തു മാത്രമേ നമ്മളുടെ ഏത് സാഹചര്യത്തിലും നമ്മുടെ അടുത്ത് വരാനും നമ്മളെ ആശ്വസിപ്പിക്കാനും കഴിയത്തുള്ളൂ. മറ്റാർക്കും നമ്മുടെ കുടുംബജീവിതത്തിലുള്ള നമ്മുടെ ഭാര്യ ആയിക്കോട്ടെ ഭർത്താവായിക്കോട്ടെ അവർക്ക് പോലും എല്ലാ സാഹചര്യത്തിലും കടന്നു വരാൻ പറ്റത്തില്ല. പക്ഷെ യേശുക്രിസ്തുവിന് കടന്നു വരാൻ പറ്റും. നമ്മുടെ ഏത് സാഹചര്യത്തിലും, നമ്മുടെ ഏത് സിറ്റുവേഷനിലും നമ്മുടെ അടുത്ത് വരാൻ കഴിയും. നമ്മളെ ആശ്വസിപ്പിക്കാൻ, നമുക്ക് വേണ്ടത് എന്തെന്നറിഞ്ഞ് നമുക്ക് സമാധാനം നൽകാൻ, സന്തോഷം നൽകുവാൻ, ആശ്വാസം നൽകാൻ നമ്മുടെ യേശുക്രിസ്തുവിന് കഴിയും. ആ മഹാപുരോഹിതന്റെ ഇടയ്ക്കിലോട്ടാണ് നമ്മൾ ചെല്ലേണ്ടത്. നമ്മുടെ എന്ത് വിഷയം ഉണ്ടെങ്കിലും അതിനേക്കാൾ വലുതായി നമ്മൾ ഒന്നിനെയും വില കൊടുക്കരുത്. നമുക്ക് ഏറ്റവും കൂടുതൽ വില കൊടുക്കേണ്ടത്, ഏറ്റവും ആദ്യത്തെ പ്രാധാന്യം, എന്തിൻ്റെയും പ്രാധാന്യം നമ്മൾ കൊടുക്കേണ്ടത് അവിടെ നമ്മുടെ യേശുവിന്. ഇവിടെ 30 വെള്ളിക്കാശ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 1 മാസം ശമ്പളമാണ് അന്നത്തെ കാലത്ത്. പിന്നെ ഒരു അടിമയുടെ വിലയാണ്. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. നമ്മൾ ആ ശമ്പളത്തെ പൈസയെക്കുറിച്ച് നോക്കണ്ട. ഞാൻ ചിന്തിച്ചത്, പൈസയ്ക്ക് വേണ്ടി ആരെയാ ഇവൻ ഒറ്റ കൊടുത്തത്? സ്വന്തം ഗുരുവിനെ. നമ്മളൊന്ന് നമ്മുടെ ജീവിതത്തിൽ ചിന്തിച്ച് നോക്കിയേ. പൈസയ്ക്കാണോ, നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങൾക്കാണോ, അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങൾക്കാണോ, അല്ലെങ്കിൽ നമ്മുടെ പാസ്റ്ററിനാണോ, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടു സഹോദരങ്ങൾക്കാണോ നമ്മൾ പ്രാധാന്യം കൊടുക്കാറുള്ളത്? അതോ പൈസയ്ക്കാണോ? യൂദയ്ക്ക് പറ്റിയ തെറ്റ് യേശുവിനേക്കാൾ അല്ലെങ്കിൽ കൂട്ടു സഹോദരങ്ങളെക്കാൾ, ഈ 12 പേരെക്കാൾ പ്രാധാന്യം അവൻ പൈസയ്ക്ക് കൊടുത്തുകൊണ്ടല്ലേ ഇത് ചെയ്തത്? ആണോ അല്ലയോ? കാര്യം ഈ 11 പേരും യേശു ഉള്ള സിറ്റുവേഷനിലാണ് ഇവൻ കാണിച്ചു കൊടുക്കുന്നത്. അപ്പൊ എന്തോ മറ്റൊരുമായിട്ടുള്ള സ്നേഹബന്ധം പോയില്ലേ? തീർച്ചയായും പോയി. അവൻ ചിന്തിച്ച എന്താണ്? ആൾക്കൂട്ടത്തിലായിരുന്നു എന്നാണ്. പക്ഷെ ഇവന്റെ കൂട്ടു സഹോദരനായിട്ട് നടന്ന ഈ 11 പേരുടെ എടുക്കേ വെച്ച് ആകരുതെന്ന് അവൻ ചിന്തിച്ചില്ല. ആൾക്കൂട്ടത്തിലാകരുതെന്ന് മാത്രമേ അവൻ ചിന്തിച്ചുള്ളൂ. അതിനായിട്ട് അവൻ തക്കം നോക്കി നടന്നത്. എന്നാൽ അവനെ അതിനേക്കാൾ ജീവന് തുല്യമായിട്ട് സ്നേഹിച്ച് ഇത്രയും വർഷം കൂടെ നടന്ന സഹോദരങ്ങളുടെ മുന്നിൽ വെച്ച് ആകരുതെന്ന് അവൻ ചിന്തിച്ചോ? ഇല്ല. നമ്മളോ നമുക്കെന്തെങ്കിലും വേദനകൾ ഉണ്ടാകാറുണ്ടോ? നമ്മുടെ പ്രാധാന്യം എന്താണ്? പൈസയാണോ, ബന്ധങ്ങളാണോ? ഇവിടെ ഒറ്റിക്കൊടുക്കുകയെന്നാണ് പറഞ്ഞത്. ഒറ്റിക്കൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ചതിക്കുക, അങ്ങനത്തെ ഒരു മീനിങ്ങാണ്. മറ്റേത് അല്ലെങ്കിൽ കാണിച്ചു കൊടുത്താണെന്നുണ്ടെങ്കിൽ കാട്ടിക്കൊടുത്തു എന്ന് പറഞ്ഞാൽ മതി അല്ലേ? ചതിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടെ നടന്ന് വിശ്വാസവഞ്ചന ചെയ്യുക, അങ്ങനത്തെ മീനിങ്ങാണ്. അതായത് സ്നേഹിച്ചവനെ, അവന് വേണ്ടി എല്ലാം ചെയ്തു കൊടുത്തവനെ ചതിക്കുക, അതാ ചെയ്തത്. ഈ പ്രവൃത്തികൾ നമ്മളിൽ ഉണ്ടാകുന്നുണ്ടോ?
നമ്മൾ നോക്കുമ്പോൾ ഡയറക്റ്റായിട്ട് നോക്കുമ്പോൾ പലതും നമുക്ക് കാണത്തില്ല. പക്ഷേ യേശുവും നമ്മളുമായിട്ടുള്ള ബന്ധത്തെ നമ്മൾ നോക്കുമ്പോൾ പലതും നമുക്ക് മനസ്സിലാവും. നമ്മൾ പല ചതികളും ചെയ്യുന്നുണ്ട്. യേശു നമ്മളുമായിട്ടുള്ള ബന്ധത്തിൽ നോക്കുമ്പോൾ യേശു നമ്മളെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞ് പലയിടത്തും ആക്കിയെടുത്ത് നമ്മൾ ആ വിശ്വസ്തരല്ലാതായിരിക്കുന്ന സാഹചര്യമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചതിക്കുകയോ ചെയ്യുന്നത്. നമ്മളെ അവിടെ കഷ്ടപ്പെട്ട് കൊണ്ടുവന്നാക്കിയത് നമ്മുടെ യേശു എന്തിനു വേണ്ടിയാ? അവൻ്റെ സാക്ഷിയാകാനാണ്. നമ്മൾ ഓരോ ദിവസവും മേക്ക് ചെയ്ത് നമ്മളെ ഒരു സ്റ്റെപ്പിലേക്ക് മുന്നോട്ട് കൊണ്ടുപോയി അവിടെ കൊണ്ടുവന്നാക്കിയത് അവിടെ സാക്ഷിയാകാനാണ്. പക്ഷെ നമ്മൾ അവിടെ സാക്ഷിയാകുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ യേശുവിനോട് എന്തോ ചെയ്യുന്നത്? നമ്മൾ യേശുവിനെ ചതിക്കുകയോ ചെയ്യുന്നത്. നമ്മുടെ ഓരോ സ്റ്റെപ്പ് വെച്ച് നമ്മൾ കാണിക്കാൻ പോകുന്നത് എന്താണ്? നമ്മളത് ചെയ്യും, നമ്മൾ നല്ല ഫലം കായ്ക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതിനുള്ള വചനങ്ങളും അതിനുള്ള എല്ലാം ദൈവം നമുക്ക് തരുന്നുണ്ട്. പക്ഷെ ദൈവം ആഗ്രഹിക്കുന്ന പ്രവൃത്തി നമ്മളിൽ നിന്ന് വരുന്നില്ലെങ്കിൽ നമ്മളെ മാറ്റി വേറൊരാളെ ആക്കാനാണോ നമ്മൾ ആ ദൈവത്തിനോട് പറയുന്നത്? ദൈവത്തിന് ചെയ്യാൻ കഴിയാതിരിക്കല്ല, പിന്നെ നമ്മളോട് കരുണ തോന്നുന്നു, നമ്മളോട് കരുണ കാണിക്കുന്നു. ഇത്രയും നാൾ 3-3.5 വർഷം കൂടെ നടന്നിട്ട് യേശുവിനെ സ്നേഹിച്ചില്ല ഇവൻ. 3 വർഷം കൂടെ നടന്നവൻ യേശുവിനെ സ്നേഹിച്ചോ ഇല്ലയോ? ആരും പറയുന്നില്ല ഒന്നും. സ്നേഹിച്ചു, പക്ഷെ അവൻ ചിന്തിച്ച രീതിയിലല്ല കാര്യങ്ങൾ നടന്നത്. എൻ്റെ ഒരു തോട്ടാണ് ഞാൻ പറയുന്നത്. അച്ഛൻ പറഞ്ഞ സെയിം ഇത് തന്നെ എനിക്കുള്ളത്. അതായത് അവൻ വിചാരിച്ചത് യേശുവിനെ കാണിച്ചു കൊടുത്താൽ യേശുവിന് ഒന്നും പറ്റത്തില്ല. യേശു സിമ്പിളായിട്ട് പറഞ്ഞല്ലോ, എത്ര 12 ലഗ്യോനിലധികം ആൾക്കാർ യൂതന്മാരെ ഇറക്കാൻ പറ്റുമെന്ന്. ലഗ്യോൻ എന്ന് വെച്ചാൽ 2000. 12 എന്ന് വെച്ച് കഴിഞ്ഞാൽ 12 × 2000 എത്ര ലഗ്യോന്? എത്ര ആൾക്ക് ദൂതന്മാരായി? ഒരു ദൂതന് തന്നെ 1,85,000. എത്ര? പോട്ടെ, കണക്ക് വിട്ടേക്കാം. അല്ല, ഞാൻ പറഞ്ഞ 12 ഗുണിച്ച് ഇനി അത് 2000 വെച്ച് ഗുണിച്ച് വരുമ്പോഴത്തേക്ക് നമ്മളെ കൊണ്ട് തീരത്തില്ല. അത്ര ദൂതന്മാർ ഇറങ്ങിയാൽ ഇവിടെ വല്ലതും കാണൂ, ഒരാളെങ്കിലും കാണൂ. അത് കഴിയും, അതിനുവേണ്ടി അപേക്ഷിക്കാൻ പറ്റും. എന്നാലും ഞാൻ ചെയ്യുന്നില്ല. ദൈവത്തിന്റെ പ്രവൃത്തി നടക്കണമെന്നാണ് പറഞ്ഞവിടെ. ഇവിടെ എന്നെ ചിന്തിപ്പിച്ചത്, ഇവൻ ഈ 3 വർഷം സ്നേഹിച്ച് കൂടെ നടന്നു, യേശുവിന്റെ കൂടെ നടന്നു. എന്നിട്ട് അവന് ചതിക്കാൻ പറ്റിയത് എവിടാണെന്നറിയോ? ചതി അവനിൽ ഉള്ളിൽ വന്നത് എന്തുകൊണ്ടാണെന്നറിയോ? പിശാച് ഉള്ളിൽ വന്നതുകൊണ്ടാണ്. പിശാചിന് സ്പേസ് കൊടുത്തുകൊണ്ടാണ്. ഇവൻ ഒരിക്കലും വിചാരിച്ചില്ല ഇങ്ങനെ സംഭവിക്കുമെന്ന്. പിശാച് ഉള്ളിൽ വന്ന് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ റിസൾട്ട് പിശാച് നമ്മുടെ ഉള്ളിൽ തോന്നിക്കുന്നതല്ല. പിശാച് ഉള്ളിൽ വന്നിട്ട് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന പ്രവർത്തികളുടെ റിസൾട്ട് പിശാച് നമ്മുടെ ഉള്ളിൽ തോന്നിപ്പിക്കുന്നതല്ല. പിശാച് അവൻ്റെ ഉള്ളിൽ വന്ന് ഇത് കാണിച്ചു കൊടുക്കാൻ തോന്നിപ്പിച്ചാൽ തന്നെ അവൻ്റെ ഉള്ളിൽ വേറെ തോട്ടൂടെ കൊണ്ടു കാണും. ഇവരെ എല്ലാവരെയും അടിച്ചിട്ടിട്ട് യേശു രക്ഷപ്പെട്ടു പോകുന്നത് എൻ്റെ ചിന്തയാണ്. കാര്യം ഇത്രയും വർഷം കൂടെ നടന്നിട്ട് അവൻ അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു പോസിറ്റീവ് റെസ്പോണ്ട് കൂടെ കൊടുത്തു കാണത്തില്ലേ? ഇത്ര പെട്ടെന്ന് ചതിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ നമ്മൾ ഓർക്കുക, അത്ര പെട്ടെന്ന് ചതിക്കാത്തക്കവണ്ണം പിശാച് അവനെ യൂസ് ചെയ്തു. നമ്മളെ യൂസ് ചെയ്യുമോ? നമ്മൾ നിന്നു കൊടുത്താൽ തീർച്ചയായിട്ടും നമ്മളെ യൂസ് ചെയ്യും. നമ്മൾ നിന്നു കൊടുക്കരുത്, നമ്മൾ നിന്നു കൊടുക്കാൻ ഇടയാകരുത്. പിശാചിന്റെ ആയുധമായി തീർന്നു കഴിഞ്ഞാൽ തിരിച്ചു വരാൻ വളരെ പാടാണ്. വളരെ പാടാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? പിശാച് ഉള്ളിൽ നിന്ന് പോയാലേ അടുത്ത പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ പറ്റൂ. പിശാച് ഇപ്പം അവൻ്റെ ഉള്ളിൽ പോയതുകൊണ്ടല്ലേ അവന് അനുതാപം ഉണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദൈവപ്രവൃത്തിയാണ്. അല്ലെങ്കിൽ കുറ്റബോധം ഉണ്ടാകുന്ന ഒരു നല്ല കാര്യമാണ്. കുറ്റബോധം ഉണ്ടായിക്കഴിഞ്ഞാൽ റിസൾട്ട് എന്താ വന്നത്? ഏറ്റുപറഞ്ഞ് തിരിച്ചു വരണമായിരുന്നു. ഇതറിയാൻ വയ്യാത്തവനാണോ യൂദ? ഈ യേശുവിനെ കുറിച്ച് അറിയാൻ വയ്യാത്തവനാണോ യൂദ? യേശുവിനെ പിടിക്കാൻ വന്നപ്പം ഒരു ശിഷ്യൻ എന്നാ പറയുന്ന ശിഷ്യൻ ആ മഹാപുരോഹിതന്റെ ദാസന്റെ ചെവി വെട്ടി. അപ്പം തന്നെ അത് സൗഖ്യമാക്കി വിട്ട് ഈ പ്രവൃത്തി ഇവിടെ കൊണ്ട് നിർത്തിക്കോളാൻ പറഞ്ഞവിടെ. ഇതും കണ്ടുകൊണ്ടിരിക്കുന്ന യൂദയല്ലേ? എത്രയോ സൗഖ്യങ്ങൾ കൺമുന്നിൽ കണ്ടതല്ലേ യൂദ? അല്ലേ? ഭൂതം പിടിച്ചവരെ വിടിവിച്ചത് കണ്ടതല്ലേ? ഈ അത്ഭുതങ്ങളെല്ലാം കണ്ടതല്ലേ? കൂടെ നടന്ന് കണ്ടതല്ലേ? എന്നിട്ടും അവന് മടങ്ങി വരാൻ പറ്റിയില്ല. പറ്റാഞ്ഞത് എന്തുകൊണ്ടാ? ഉള്ളിൽ വചനം ക്രിയ ചെയ്തില്ല ആ സമയത്ത്.
ഉള്ളിൽ വചനം ക്രിയ ചെയ്ത് വചനം അവനോട് സംസാരിച്ചില്ല, പരിശുദ്ധാത്മാവ് അവനോട് സംസാരിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ അവൻ മടങ്ങി വന്നേനെ. പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്നത് നമ്മൾക്ക് ചെവി കൊടുക്കുവാൻ, അല്ലെങ്കിൽ അതിന് റെസ്പോണ്ട് ചെയ്യാൻ നമ്മൾ തയ്യാറാവണം. നമ്മുടെ ഉള്ളിലും പരിശുദ്ധാത്മാവ് പറയുന്നുണ്ട്. ഇവിടെ ഇവൻ ഈ പ്രവൃത്തി ചെയ്തു കഴിഞ്ഞതിന് ശേഷം യേശുവിന് ശിക്ഷയും കിട്ടിക്കഴിഞ്ഞതിന് ശേഷമാണ് ഇവൻ അനുഭവിക്കുന്നത്. യേശുവിന് ശിക്ഷ വിധിച്ചു എന്ന് കേട്ടതിന് ശേഷമാണ് അവൻ അനുതാപം ഉണ്ടായത്. നമ്മൾ പലപ്പോഴും ഒരു തെറ്റ് നമ്മൾ കൊണ്ട് പറഞ്ഞു കഴിയുമ്പോൾ ഉടനെ പരിശുദ്ധാത്മാവ് നീ ചെയ്തത് തെറ്റായി, നീ പറഞ്ഞത് തെറ്റായി എന്ന് പറയാറില്ലേ? എന്ത് പറ്റി? ഒരു മിനിറ്റ് മുന്നേ പറയാൻ, പറയുന്നതിന് മുന്നേ നമ്മളെ അവിടെ സ്റ്റോപ്പ് ചെയ്യാൻ എന്തായിരുന്നു? പറയുന്നുണ്ടായിരിക്കും, പക്ഷെ നമ്മളുടെ ഈഗോസ് അല്ലെങ്കിൽ നമ്മൾ എന്ന ഭാവം മണ്ടയ്ക്ക് നിൽക്കുന്നത് കൊണ്ടാണ് ആ ചെവി കൊടുക്കാൻ സമയമില്ലാതെ. ഒരു സെക്കൻഡ് ഒന്ന് കേട്ടിട്ട് ദൈവമേ ഞാൻ ഇതിന് എന്ത് പറയണോ എന്നൊരു ചോദ്യം ചോദിച്ചിട്ടെങ്കിലും നമ്മൾ പറയാൻ പോകുമായിരുന്നെങ്കിൽ അവിടെ സ്റ്റോപ്പ് ചെയ്തേനെ. നമ്മൾ പലപ്പോഴും നമ്മളത് ചോദിക്കാൻ പോകത്തില്ല. പറയുമ്പോൾ നമ്മൾ അപ്പം നമ്മുടെ ദേഷ്യമോ വാശിയോ എന്താണോ അത് വെച്ചുകൊണ്ട് നമ്മളങ്ങ് റെസ്പോണ്ട് ചെയ്യും. നമുക്കത് പെട്ടെന്ന് പരിഹരിക്കാൻ പറ്റും. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോൾ അതിനൊരു സോറി പറയാൻ അപ്പം തന്നെ പറ്റും. എന്നാൽ ആ ഒരു സോറി അപ്പം പറയത്തില്ല. നമ്മൾ കുറച്ച് ദിവസം കഴിഞ്ഞ് നമ്മൾ ആ സോറി പറയത്തില്ല. തെറ്റായി പോയെന്ന് പരിശുദ്ധാത്മാവ് അപ്പം നമ്മളെടുക്കാൻ പറഞ്ഞാലും ആ സോറി നമ്മൾ അപ്പം പറയത്തില്ല, കുറച്ച് ദിവസം കഴിഞ്ഞേ പറയത്തില്ല. നമ്മൾ പലപ്പോഴും പിശാചിൻ്റെ ആയുധങ്ങളാവുന്നുണ്ട്. അത് എത്ര വേദനകൾ എത്ര മുറിവുകൾ ഉണ്ടാക്കുന്നുണ്ടെന്ന് നമുക്കറിയത്തില്ല. നമുക്ക് ഹൃദയത്തെ കാണാൻ പറ്റുന്നില്ല, പക്ഷേ ദൈവത്തിന് കാണാൻ പറ്റും. നമ്മളുടെ ഹൃദയം നുറുങ്ങുന്നത് പോലെ വേദനിക്കുന്നത് പോലെ മറ്റുള്ളവർ ഹൃദയം നുറുങ്ങും, വേദനിക്കും. ഒരു സോറി കൊണ്ട് തീരുന്നതല്ലത്. നമ്മൾ പറയുന്ന ഓരോ വാക്കുകൾ, നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികൾ അതുകൊണ്ട് വേദനിക്കുന്നവരുണ്ടാകരുത്. വേദനിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് കണക്ക് കൊടുക്കേണ്ടി വരും. നമ്മുടെ ദൈവം നീതിമാനാണ്. ഇവിടെ യേശു പറഞ്ഞ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞു നിർത്താം. അമ്പത്തിരണ്ട് തൊട്ട് വായിക്കാം, 52 തൊട്ട് 56 വരെ, 26. യേശു അവനോട്, വാൾ ഉറയിൽ ഇടുക, വാൾ എടുക്കുന്നവരൊക്കെയും എന്റെ പിതാവിനോട് ഇപ്പോൾ തന്നെ 12 ലെഗ്യോണിലും അധികം ദൂതന്മാരെ എന്റെ അരികെ നിർത്തേണ്ടതിന് എനിക്ക് അപേക്ഷിച്ചുകൂടെന്ന് തോന്നുന്നുവോ? എന്നാൽ ഇങ്ങനെ സംഭവിക്കണമെന്നുള്ള തിരുവെഴുത്തുകൾക്ക് എങ്ങനെ നിവൃത്തി വരുമെന്ന് പറഞ്ഞു. ആ നാഴികയിൽ യേശു പുരുഷാരത്തോട്, ഒരു കള്ളന്റെ നേരെ എന്ന പോലെ നിങ്ങൾ എന്നെ പിടിപ്പാൻ വാളും വടിയുമായി വന്നിരിക്കുന്നു. ഞാൻ ദിവസേന ഉപദേശിച്ചുകൊണ്ട് ദൈവാലയത്തിൽ ഇരുന്നിട്ടും നിങ്ങൾ എന്നെ പിടിച്ചില്ല. എന്നാൽ ഇതൊക്കെയും പ്രവാചകന്മാരുടെ എഴുത്തുകൾ നിവൃത്തിയാകേണ്ടതിന് സംഭവിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ശിഷ്യന്മാർ എല്ലാവരും അവനെ വിട്ട് ഓടിപ്പോയി. ഇവിടെ പറയുന്നത്, ഒന്ന് വാൾ ഉറയിലിടുക, വാൾ എടുക്കുന്നവനെല്ലാം വാളാൽ നശിച്ചു പോകും. വാള് ദൈവവചനമായിട്ട് എടുക്കരുത്. അവിടെ ഇരുവാലത്തുള്ള വാളായിട്ട് എടുക്കരുത്. എല്ലായിടത്തും കൊണ്ടും അത് ചെയ്യരുത്. ഇവിടെ എന്താണ്? ആയുധമാണ് എടുത്തത്. നമ്മൾ എന്ത് ആയുധമാണ് നമ്മൾ എടുക്കുന്നത്, ആ ആയുധത്താൽ നമുക്ക് നാശം സംഭവിക്കും. നമ്മൾ എന്തിനു വേണ്ടി അത് എടുക്കുന്നതെന്ന് ഓർക്കണം. ഇവിടെ എന്താണ്? ഇവിടെ ഒരാളെ ഫിസിക്കലായിട്ട് യുദ്ധം ചെയ്യാൻ വേണ്ടി ആയുധം എടുത്തത് അല്ലേ? അപ്പം നമ്മൾ ശാരീരികമായിട്ട് അല്ലെങ്കിൽ മാനസികമായിട്ട് പലരെ ആക്രമിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് തിരിച്ച് നമുക്കെതിരെ വരും. പിന്നെ ഇങ്ങനെയൊക്കെ സംഭവിക്കണമെന്ന് തിരുവെഴുത്തുകളുണ്ട്. അത് സംഭവിച്ചേ കഴിയും. അതിനായിട്ട് തന്നെത്താൻ താഴ്ത്തി കൊടുക്കുന്നതാണ് യേശുവിനെ നമുക്ക് കാണുന്നത്. പല തിരുവെഴുത്തുകളും നമ്മളെക്കുറിച്ചുള്ളത് നമുക്കറിയാം. നമ്മളുടെ പരമപ്രധാനമായിട്ടുള്ള ലക്ഷ്യം എന്താണെന്നറിയാം. നമ്മൾ എവിടാണ്, നമ്മൾ ലാസ്റ്റ് നമ്മുടെ ഡെസ്റ്റിനി എവിടാന്നുള്ളത് നമുക്കറിയാം. ഇതെല്ലാം അറിഞ്ഞിരുന്നിട്ട് അതിനായിട്ട് നമ്മൾ ഒബേ ചെയ്തു പോകുന്നുണ്ടോ? നമ്മുടെ ലാസ്റ്റ് ഡെസ്റ്റിനി എവിടാ? അല്ല, നമ്മളുടെ എല്ലാവരുടെയും പരമപ്രധാനമായിട്ടുള്ള ആഗ്രഹം എന്താണ്? നിത്യത, യേശുവിനുള്ളപ്പോൾ ഉള്ള നിത്യത. അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യണമെന്ന് നമുക്കറിയാവോ? അറിയാം. ചെയ്യുന്നുണ്ടോ? ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കുന്നു. പലതും ചെയ്യണമെന്ന് വ്യക്തമായിട്ട് ദൈവം സംസാരിക്കുന്നുണ്ട്. ചെയ്യാതെ അനുസരണക്കേട് കാണിക്കുന്നത് നമ്മുടെ തെറ്റ്. നാളെ അവസരം ഉണ്ടെന്നില്ല. നാളത്തേക്ക് വെക്കുന്നത് നമുക്കുള്ളതല്ല. നമ്മളെടുക്ക് ഇന്ന് പറയുന്നുണ്ടെങ്കിൽ ഇന്ന് തീരുമാനം എടുക്കണം. നാളെ നമുക്കുണ്ടെന്ന് നമ്മൾ ചിന്തിക്കരുത്.
കാലങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ ഓരോ സ്റ്റെപ്പ്, ഓരോ മിനിറ്റുകളും എപ്പോൾ കഴിയുമെന്ന് നമുക്കറിയത്തില്ല. 25, 24, 18 ഒക്കെ ഉള്ളവരൊക്കെ പോകുന്നുണ്ട്. 30 മണ്ടക്കോട്ടുള്ളവരുടെ കാര്യം ഒരു ഗ്യാരണ്ടി ഇല്ല ഇപ്പോൾ. വേറെ അടുത്ത ഒരു സൈഡിൽ നിന്ന് യുദ്ധവും കാര്യങ്ങളും എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. ഇത്രയും നാൾ നമ്മൾ ഈ വിശ്വാസം കൊണ്ട് നടന്നിട്ട് യേശു വ്യക്തമായിട്ട്, പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് നമ്മളെടുക്കെ സംസാരിച്ചിട്ടും നമ്മളുടെ തീരുമാനത്തിൻ്റെ പുറത്ത് നമ്മളുടെ നിത്യത നഷ്ടമായി പോകരുത്. നമ്മളുടെ അനുസരണക്കേട് നിമിത്തം നമ്മളുടെ നിത്യത നഷ്ടമായി പോകരുത്. ഈ വചനങ്ങളാ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞു.